പറഞ്ഞതൊക്കെ മറന്നോ നീ? കെട്ടുതാലിയും പൊക്കി കാണിച്ച് മമ്മിയുടെ മുൻപിൽ വലിയ പ്രകടനമൊക്കെ നടത്തിയതല്ലേ? ഞങ്ങള് ജീവിച്ചിരിക്കുമ്പോ നീ സൂര്യ കാണില്ല. സൂര്യ സാർ എന്നെ വിളിക്കുന്നുണ്ട്. എനിക്ക് സൂര്യ സാറിനെ കാണണം. എനിക്ക് പോണം. എന്താ ചേച്ചി, എന്താ? പുറത്തിരുന്ന് നിന്റെ സമരം കഴിഞ്ഞോ? ഇവളെന്താ ഇതിനകത്ത്? ഇവളെ സൂര്യ സാറ് വിളിക്കുന്നു. ഇവള് കാണാൻ പോവാ. നന്ദിനി, മമ്മി പറഞ്ഞതുകൊണ്ടാ ഇതുവരെ ഞങ്ങള് വിലക്കി നിർത്തിയത്. ഇനി നാളെയോ മറ്റന്നാളോ മമ്മി നിന്നെ കയറി കാണാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ പോലും അത് ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിങ്ങൾ ആരും എന്റെ സൂര്യ സാറിനെ സ്നേഹിക്കുന്നില്ല. നിങ്ങൾ ആരും ആത്മാർത്ഥമായിട്ട് സൂര്യ സാറിന്റെ അടുത്ത് നിൽക്കുന്നുമില്ല. മതിയടി, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ പരസ്പരം സ്നേഹിക്കുന്നത് നീ പറഞ്ഞു തന്നിട്ടല്ല. നീ ആരടി? ആത്മാർത്ഥതയുടെ മൊത്ത കച്ചവടക്കാരിയോ? അങ്ങനെ നിന്നെ കണ്ടാലേ ഏട്ടന് സുഖമാവുന്നുണ്ടെങ്കിൽ ഏട്ടന് നീ കാണണ്ട. എന്താ ഇവിടെ ബഹളം? കണ്ടില്ലേ, അവളെ ഏട്ടനെ കാണാൻ പോവാന്ന്. നടന്നത് തന്നെ പാതിരാത്രിയല്ല, പട്ടാപ്പകല് പോലും ഈ കാണുന്ന സ്റ്റെപ്പിന്റെ ഒരു പടി നീ ചവിട്ടി കഴിഞ്ഞാ നീ മാത്രമല്ല, നിന്റെ കുടുംബക്കാരതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സൂര്യ സാറിനെ ഞാൻ കാണുന്നു പറഞ്ഞാൽ കണ്ടിരിക്കും. ആഹാ, മാറിയില്ലെങ്കിൽ വല്ലാത്തൊരു കരുത്താണല്ലോടി നിനക്ക്. നാട്ടിൻപുറത്ത് കലികേറി നിൽക്കുന്ന പെണ്ണുങ്ങളുടെ ശരീരത്തില് ദേവി ഇങ്ങനെ കൂടി വരുന്നൊരു ചടങ്ങുണ്ടല്ലോ, അതായിരിക്കുമോ നിന്റെ ശക്തിയൊക്കെ? പുറത്തിറങ്ങ. എന്റെ മകന്റെ കരച്ചിൽ കേട്ട് നീ അവനെ പോയി നോക്കേണ്ട കാര്യമില്ല. നിനക്കുള്ള സ്ഥാനം പുറത്താണ്. ഇറങ്ങും. കുറച്ചു മുമ്പ് നീ എന്നോട് പറഞ്ഞ കണക്കുകൾ എന്റെ മനസ്സിലെ കണക്ക് പുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. അത് നമുക്ക് തീർക്കാം. പത്മ തീർത്തു തരും.